ഉമ്മ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായി ഇപ്പോൾ സ്കിൻ കെയർ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ അൾട്ടർനേറ്റീവ് ഡേയ്സിലുള്ളത് കുറച്ച് വീക്കെൻഡിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സഹകരിക്കുക, എനിക്ക് ടൈം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ സഹകരിക്കാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് വന്നത് പിമ്പിൾസ് മാർക്ക്, അതുപോലെ സ്കിൻ ഒരു ഗ്ലോ ആനുള്ള ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ റെമഡി കൊണ്ടിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ് ചെയ്തതിന് ശേഷം മാത്രം കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പാക്കിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് റൈസ് പൗഡറാണ്. അപ്പം അത് നിങ്ങൾക്ക് എത്രയാണോ എമൗണ്ട് വേണ്ടത് അത്ര എടുത്തോ. ഞാൻ സ്പൂണൊന്നും വെച്ചിട്ടൊന്നുമല്ല. പിന്നെ വന്നത് ഗോതമ്പ് പൊടി, പിന്നെ ഒരു ചെറിയ ലെമണാണ് കേട്ടോ. ചെറിയ ലെമണിൻ്റെ ഹാഫ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും സ്കിന്നിന് അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഇത് വന്നിട്ട് ജീരകത്തിൻ്റെ പൊടിയാണ്. നിങ്ങൾക്ക് പിമ്പിൾസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇട്ടാൽ മതി, അത് ഓപ്ഷണലാണ് കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ജീരകത്തിൻ്റെ പൊടി ഇത്ര ഇട്ടാൽ പോലെ കുറച്ചുകൂടി വേണം. ഞാൻ പിന്നീട് കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തൈരിന് പകരം പാലോ യൂസ് ചെയ്യുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യം എന്ത് ചെയ്യുക, ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് വെറും അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. ഫേസ് ഒന്ന് നനച്ചതിന് ശേഷം ജസ്റ്റ് അരിപ്പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക കേട്ടോ. സ്കിന്നിലുള്ള എന്തെങ്കിലും മേക്കപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് റൈസ് പൗഡറാണ് ഏറ്റവും നല്ലതാണ്. ഫേസ് ഒന്ന് ഗ്ലോ ആവാനും സ്കിന്നൊന്ന് ബ്രൈറ്റനിങ് ആവാനും എത്രത്തോളം റൈസ് പൗഡർ നല്ലതാണ്. അപ്പം ഈ ഒരു പാക്കിന് മുന്നേ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് കാണിക്കുമ്പോൾ ഒരുപാട് നന്നായിട്ട് സ്ട്രോങ്ങിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതധികം നേരം വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ കഴുകി കളയാം കേട്ടോ. അരിഞ്ഞത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫേസിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്കിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ടൊമാറ്റോ പ്യൂരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല. ടൊമാറ്റോ പ്യൂരി ആക്കി വെക്കാത്തൊന്നും ഞാൻ അതും ചേർത്തിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവം തന്നെ ചെയ്താൽ പിമ്പിൾസ് മാർക്ക് പോകാനും സ്കിൻ വൈറ്റനിങ്ങിനും ഒരുപാട് നല്ലൊരു പാക്കാണ് കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തവണ കൂടെ ഇതിൽ ചെയ്യും കേട്ടോ. കണ്ടോ, ജസ്റ്റ് ഓവർ വലിച്ചിട്ട് വേണ്ട, എന്നാലും സെമി ഡ്രൈ ഇതാകുമ്പോൾ ഒന്നും കൂടെ ഇത് തേച്ചിടണം കേട്ടോ. എങ്കിലേ നമുക്കതിൻ്റെ കറക്റ്റ് എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നല്ലൊരു എഫക്റ്റുള്ള പാക്കാണിത്. സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല, പിമ്പിൾസ് ഉള്ളവർ വരെ ഇത് ട്രൈ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി സ്കിന്നിലെ പിമ്പിൾസിന് നല്ല പോലെ വർക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവം. ഇത് ഏകദേശം സെമി ഡ്രൈ ആയിട്ടുണ്ട്. അത് വാഷ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പാക്കാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, നല്ല എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കഴിയുന്നതിന് ശേഷമുള്ള എൻ്റെ ഫേസാണ് അത് കേട്ടോ. നിങ്ങൾ ചാനൽ സബും കൂടി ചെയ്യാൻ മറക്കല്ലേ.